ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു കർഷകയുടെ വെജിറ്റബിൾ ഗാർഡൻ അഥവാ അടുക്കളത്തോട്ടം കണ്ടാലോ? ഈ കർഷക മറ്റാരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് കൃഷി ഒരു ലഹരിയാണ്, അല്ലെങ്കിൽ ഒരു തപസ്യാണെന്നും പറയാം. കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ ഒരാളുടെയും സഹായമില്ലാതെ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്യുന്നു. അമ്മയിൽ നിന്നും പകർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മൂല്യം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒറ്റ ശ്വാസത്തിൽ മറുപടി പറയും. ഈ വയസ്സിലും ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ അധ്വാനിക്കാനുള്ള മനസ്സും കൃഷിയോടുള്ള അതിരില്ലാത്തൊരു സ്നേഹവുമാണെന്ന്. തോട്ടത്തിൻ്റെ കവാടത്തിൽ തന്നെ പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ ബക്കറ്റിലും ചാക്കിലുമായിട്ട് തിളങ്ങുന്ന കുപ്പയിലെ മരതക കുട്ടന്മാർ, പനിക്കൂർക്കലും കറ്റാർവാഴയും ഞങ്ങളും ഈ തോട്ടക്കാരാണ് എന്നൊരു പിൻവിളി. എന്നാൽ ആയിക്കോളൂ എന്ന് ഞാനും. കൃഷ്ണതുളസിയുടെയും രാമതുളസിയുടെയും മണമുള്ള തൊടിയിലൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ വഴിയിലൂടെ നീളം ഭ്രാന്ത് പിടിച്ചതുപോലെ വളരുന്ന കറിവേപ്പില കുട്ടന്മാർ സാക്ഷികൾ. കവുങ്ങിൻ തോട്ടത്തിലൂടെ കൈതപ്രത്തിൻ്റെ കളിയാട്ടത്തിലെ പാട്ടും മൂളിക്കൊണ്ട് ഞാൻ അമ്മയുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നടന്നു. വഴിയിൽ ദേ നിൽക്കുന്ന ഒരു പച്ചക്കുപ്പായക്കാരൻ. ഞാൻ കുശലം ചോദിക്കും മുമ്പ് തന്നെ കൈവെക്കുമോ എന്ന് ഓർത്താണെന്ന് തോന്നുന്നു. ഞാൻ മൂപ്പെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ നൈസായി ഒഴിവാക്കി. ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും. സ്ഥലം കണ്ണൂർ. തെയ്യങ്ങൾക്ക് കട്ട ചുവപ്പ് പാർട്ടിക്കാർക്കും. പിന്നെ ചുവക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ച് ചുവന്ന പൂക്കൾ കൊണ്ട് അവരെന്നെ എതിരേറ്റു. ഏകദേശം 40 വർഷത്തിലേറെയായി അമ്മ ഇങ്ങനെ കൃഷി ചെയ്യുന്നു. മുൻപ് നെൽകൃഷി ഉണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ വീട്ടിൽ. ഇപ്പം താമസം അച്ഛൻ്റെ വീട്ടിലായതുകൊണ്ട് വേറൊരു നാട്ടിൽ പോയിട്ട് കൃഷി ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം മോട്ടറും നനയ്ക്കാൻ പൈപ്പും ഒക്കെ ഉണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടത്തിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നൊരു ഓർമ്മ എനിക്കുണ്ട്. ഇത് പാവയ്ക്കാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മഴയിൽ പാവയ്ക്ക പന്തൽ പൊളിഞ്ഞു വീണു. ഇനിയിപ്പം നിവർത്തി വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വള്ളി പൊട്ടി അവ നശിക്കും. അതുകൊണ്ട് അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഉപ്പേരിക്ക് വേണ്ട പാവയ്ക്ക ഞങ്ങൾ പറിച്ചെടുത്ത് ഭദ്രമായി മാറ്റിവെച്ചു. ഇത് ചെറുനാരങ്ങയാണെന്ന് ഞാൻ ആദ്യം കരുതി. ചെറുനാരങ്ങയല്ല പോലും, മധുരനാരങ്ങയാണ് പോലും. എന്തായാലും മൂപ്പെത്തിയിട്ടില്ല. ദേ അങ്ങോട്ട് നോക്കിയേ, നനഞ്ഞു കുളിച്ചു നിൽക്കുന്നു സുന്ദരിമാരുടെ വിരൽ. ഇവളുമാർക്ക് ലേഡീസ് ഫിംഗർ എന്നെങ്ങനെ പേര് വന്നു, ആര് പേരിട്ടു? എന്തായാലും കുറച്ച് പറിച്ചെടുത്തേക്കാം. കുറച്ച് സാമ്പാർ ഉണ്ടാക്കണം, കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം, കുറച്ച് അമ്മയ്ക്ക് വിൽക്കണം. അപ്പോൾ നിങ്ങളുടെ വിരൽ ഞങ്ങൾ വെട്ടിയെടുക്കുവാണേ എന്ന് തത്തപ്പച്ച പൂവിനോട് അനുവാദം ചോദിച്ച് ഞങ്ങൾ വെണ്ടക്ക വെട്ടിയെടുക്കൽ കർമ്മം ആരംഭിച്ചു. സ്ഥിരമായി ദേശീയ പക്ഷികൾ കൂട്ടം ചേർന്ന് വന്ന് അമ്മയുടെ തോട്ടം നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. വല്ലതും ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരികൾ വലിയ ആൾക്കാരല്ലേ, കേന്ദ്രത്തിലൊക്കെ വലിയ പിടിയല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? അതൊക്കെ ഇങ്ങ് സഹിച്ച് മുന്നോട്ട് പോവുക തന്നെ. അപ്പം ഇത്രയും വെണ്ടക്ക നമ്മൾ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ ചീര നനയുമ്പോൾ വാഴയും നനയും, നാരകവും നനയും. വാക്കുകൾ ഇവിടെ തലതിരിഞ്ഞു പോയേക്കാം. പക്ഷേ ഈ ചോന്ന ചീര കഴിച്ചാൽ ബുദ്ധി തിരിയില്ല. ബുദ്ധി തെളിഞ്ഞ് വരുമെന്ന് ആർക്കാണ് അറിയാത്തതല്ലേ. ദേ ഇത് ചക്കരക്കിഴങ്ങാട്ടോ, മധുരക്കിഴങ്ങ്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി കുറച്ചപ്പുറമുണ്ട്. ദേ തൊട്ടടുത്ത് ഞെട്ടില്ല വട്ടയില്ല കുമ്പളം പച്ച പിടിക്കുന്നുണ്ട് കേട്ടോ. തൊട്ട അയൽവക്കത്ത് നമ്മുടെ കക്കിരിക്കയും പിച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആറ്റുനോറ്റുണ്ടായ അവളുടെ സീമന്തപുത്രിയെ ഞാൻ വെട്ടിയരിഞ്ഞ് ഇതിനിടെ പെരക്കുണ്ടാക്കി കണ്ണൂർ സ്റ്റൈലിൽ. താഴെയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പോയി കാണാം. ഈ ശബ്ദവും കേട്ട് ഇളങ്കാറ്റേറ്റ് ഇങ്ങനെ എത്ര സമയം നിന്നാലും മതിയാവില്ല. ശരിക്കും ഒരു ഹീലിംഗ് തെറാപ്പിയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. വെറുതെയല്ല, എത്ര വിളിച്ചാലും വിളി കേൾക്കാതെ ഇതിൻ്റെ ഉള്ളിൽ മണിക്കൂറുകളോളം അമ്മ ചെലവഴിക്കുന്നത്. ഇതിൽ സങ്കടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഇങ്ങനെ കൃഷി ചെയ്തിട്ടും അമ്മയ്ക്ക് ഒരു കാർഷിക പെൻഷൻ പോലും കിട്ടുന്നില്ല എന്നതാണ്. കാരണമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് ഭർത്താവിനും മകനും കേന്ദ്ര സർക്കാർ ജോലിക്കാരാണ്, അല്ലെങ്കിൽ റിട്ടയർഡായി സർക്കാർ പെൻഷൻ വാങ്ങുന്നവരാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് പെൻഷന് അർഹതയില്ല എന്നാണ്. എന്നാൽ ഇതിനൊക്കെ ചില മറുചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങി ഒരു ടീച്ചറെ സ്കൂളിൽ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ജോലി നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ?
അവരുടെ ഭർത്താവ് ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ പുള്ളിക്കാരിക്ക് ശമ്പളം കൊടുക്കാറില്ലേ? ഇനി റിട്ടയർഡ് ആവുമ്പോൾ ഭർത്താവിന് പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അവർക്ക് പെൻഷൻ നിങ്ങൾ നിഷേധിക്കാറുണ്ടോ? ഇത് കോവക്കയാണ് കേട്ടോ, റോഡിലേക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് കാർഷിക പെൻഷൻ പറ്റി ഇപ്പോഴും സർക്കാർ സർവീസിൽ തുടരുന്നത്? ന്യൂസ് പേപ്പറിലൊക്കെ വന്നത് നമ്മൾ കണ്ടതല്ലേ. ഇതിനെല്ലാം ഉപരിയായി പാർട്ടി സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ സ്വാധീനമുള്ള പല സ്ത്രീകൾക്കും, അതായത് വീട്ടുമുറ്റത്ത് ഒരു കാന്താരിയുടെ തൈ പോലും നട്ടിട്ടില്ലാത്തവർ പോലും പെൻഷന് അർഹരാകുമ്പോൾ, അമ്മയ്ക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന വസ്തുത തിരിച്ചറിയുമ്പോൾ കർഷകരോടുള്ള ഒരു നാടിൻ്റെ അവഗണന നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. നാടിൻ്റെ നെടുംതൂണാണ് നമ്മുടെ കർഷകർ. വൈറ്റ് കോളർ ജോലിയേക്കാളും പരിഗണന കർഷകർക്ക് കൊടുക്കാൻ നിർബന്ധിതരാവേണ്ട ഒരു കാലം വിദൂരമല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഞാൻ സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് മാറിപ്പോയല്ലേ. ഇതാണ് അച്ചിങ്ങാപ്പയർ എന്ന് തെക്കോട്ടുള്ളവർ പറയും. നമ്മളിവിടെ പയറ്റും വാള് എന്നാണ് പറയൽ. കൗപ്പി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ എൻ്റെ തെക്കോട്ടുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, കണ്ണൂരായതുകൊണ്ടാണോ അതിന് പയറ്റും വാള് എന്ന ഒരു പേര് ചേർത്തതെന്ന് തമാശയായിട്ട് അവരെന്നെ പണ്ട് കളിയാക്കിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ ഞങ്ങൾ പയറ്റും വാള് കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇതിങ്ങനെ ഒരുപാട് വളരും. അപ്പോൾ മുമ്പത്തെ പോലെയല്ല, ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തനിയെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കി തുടങ്ങി എന്നാണ്. വളരെ നല്ല കാര്യം. അപ്പോൾ നമ്മളിന്ന് പറിച്ചെടുത്ത പയറ്റും വാളാണിത്. ഇനി ഇത് വെള്ളരിയാണ്. വെള്ളരിയുടെ ഒരു വിളവ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നു ആദ്യത്തെ വിളവിലുണ്ടായ വെള്ളരിക്ക. ഒന്നുകൂടി കാണിക്കുകയാണ്. ഇനി എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ വിളവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന ചെറിയ വെള്ളരിക്കയായിരിക്കും. ഇനി അടുത്തതായി പോകുന്നത് പറങ്കിക്കുട്ടന്മാരുടെ അടുത്തേക്കാണ്. പച്ചമുളകിന് ഞങ്ങൾ കണ്ണൂരിൽ പറങ്കി എന്നാണ് പറയാറ്. പറങ്കിക്കുട്ടന്മാർ ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറം ഇത്തിരി കുഞ്ഞൻ കാന്താരി മുളകും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചമുളക് പറിച്ചെടുക്കുകയാണ്. ഇനി ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ചെറുതായിട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന എൻ്റെ മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ നിന്നൊരു മാങ്ങ വീണ് കിട്ടി. സോറി, ചക്രമാവല്ല കേട്ടോ, അത് ഞാനൊരു ഒഴുക്കിന് പറഞ്ഞതാണ്. ഇതെന്ത് മാവാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് മാങ്ങയൊന്നുമില്ല. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില കള്ളക്കൊല പൂത്തിട്ട് ഒരു 5-10 മാങ്ങയുണ്ട്. പിന്നെ പപ്പായക്കൊന്നും ഇവിടെ ഒരു ക്ഷാമമില്ല കേട്ടോ. നമ്മുടെ ഈ കപ്പക്കേനെ കൊണ്ട് നല്ല പുളിങ്കറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ റെസിപ്പി താഴെയുണ്ട് കേട്ടോ, വേണമെങ്കിൽ പോയി കാണാം. പിന്നെ ഇത് സാമ്പാറിലിടുന്ന മല്ലിച്ചപ്പിന് പകരം ഇടുന്ന ഒരു സാധനമാണ്. എന്താണെന്തോ ഇതിൻ്റെ പേര്. അമ്മ എവിടുന്നോ എടുത്ത് കൊണ്ടുവന്ന് ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റിലിട്ട് നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പഞ്ചസാരക്കായ് എന്ന് പറയും. ഇത് മരം പൊട്ടി വീണിട്ട് വീണ്ടും മുളക്കുവാണ്. ആത്തച്ചക്ക, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ കപ്പയുണ്ട്. കപ്പയൊക്കെ കുറച്ച് കളച്ചെടുത്തു. കുറച്ച് കപ്പ ബാക്കിയുണ്ട്. പിന്നെ ചക്കയും അത്യാവശ്യത്തിനുണ്ട്. പക്ഷേ വളരെ അങ്ങ് ഉയരത്തിലാണ്. അത് കയറി പറിക്കാൻ ഒരാളില്ല. പിന്നെ ഇവിടെ വെത്തിലയുണ്ട്. പിന്നെ നാരകമുണ്ട്. വലിയ നമ്മൾ അച്ചാറിടുന്ന നാരങ്ങ, കറിയാക്കുന്ന നാരങ്ങ. അത് പണ്ട് തൊട്ടേ ഇവിടെയുണ്ട്.
പിന്നെ ഇത് സാമ്പാർ ചീരയാണ്, ചിലർ വേലിച്ചീര എന്ന് പറയും. പിന്നെ ഒരാൾ ബോർണി ചീര എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഇട്ടിട്ട് ഞാൻ കണ്ടു. പിന്നെ പൈനാപ്പിൾ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ പേരക്ക, ഇത് ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകുണ്ട്. പിന്നെ കരിമ്പുണ്ട്, കൂവയുണ്ട്, മഞ്ഞളുണ്ട്. അതൊക്കെ പറിച്ചെടുത്ത് ബാക്കി വന്ന ഒറ്റയന്മാരാണ് കേട്ടോ ഇതൊക്കെ. ഇതൊന്നും പോരാഞ്ഞിട്ട് കഴിഞ്ഞ 40 വർഷത്തിലേറെയായി അമ്മ ഒരു ക്ഷീര കർഷകയും കൂടിയാണ്. പശുവും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി പശുവിനെ വിറ്റ് ഒഴിവാക്കി. കഴിഞ്ഞ 40 വർഷമായിട്ട് തുടരുന്ന തപസ്യയുടെ ചില നിമിഷങ്ങൾ മാത്രമാണ് ഞാനിവിടെ പകർത്തി വെച്ചിരിക്കുന്നത്. ഇനി ആരൊക്കെ എതിർത്താലും, കുടുംബം എതിർത്താലും, നാട് എതിർത്താലും, ആര് സഹകരിച്ചില്ലെങ്കിലും അമ്മ കയ്യും കാലും ചലിക്കുവോളം കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. പിന്നെ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ. താങ്ക് യു.